ദൈവത്തിന് സ്തോത്രം. കടലടക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. ആത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. അതിന് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ വിടുതലായി മാറട്ടെ. കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടണം. കർത്താവ് തന്നെ സംസാരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പല പ്രാർത്ഥനകളെ കുറിച്ച് നമുക്കറിയാം. ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ പ്രാർത്ഥന എന്താണ്? പല പ്രാർത്ഥനകളും നമ്മളിന്ന് കാണാറുണ്ട്. എല്ലാ വിശ്വാസങ്ങളിലും പ്രാർത്ഥനയുണ്ട്. 5 ആഴ്ച ഇന്നടത്ത് പോയാൽ ഇന്നത് കിട്ടും, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് എല്ലാ രീതികളിലുള്ള പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. വിഷയത്തിന് പരിഹാരം കിട്ടുന്നു, പ്രാർത്ഥന നടത്തുന്നു. പരിഹാരം കിട്ടുന്നില്ല, അടുത്ത് മറ്റൊരിടത്ത് പോകുന്നു, അവിടെ 10 ദിവസം പോയി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പല പ്രാർത്ഥനകളും ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത് പ്രാർത്ഥന? ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പേർ പ്രാർത്ഥിക്കാനായിട്ട് പോയി. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഉപമ പറഞ്ഞെന്നാൽ 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്ക, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പ്രധാനം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാവിയ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, 2 പേർ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തന്റെ പ്രാർത്ഥന പൊക്കിയുള്ള പ്രാർത്ഥന. താൻ ചെയ്തതെല്ലാം വിളിച്ച് പറയുകയാണ്. ഈ ചുങ്കക്കാരനെ പോലെ അല്ല, ഞാൻ ഉപവസിക്കുന്നവനാണ്, ഞാൻ പ്രധാനം കൊടുക്കുന്നവനാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഞാൻ അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വിളിച്ച് പറയുന്ന ഒരു പ്രാർത്ഥന. സ്തോത്രം. മറ്റവന്റെ പ്രാർത്ഥന അതല്ല. ദൂരെ നിന്നുകൊണ്ട്, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച് ദൂരെ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ. എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നമ്മുടെ പ്രാർത്ഥന ഏത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള പാപം ചെയ്ത ചുങ്കക്കാരൻ തന്റെ പാപം തന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ, സ്തോത്രം, 2 പേരും പള്ളി പോയി. സ്തോത്രം. എന്നാൽ ഈ പരീശൻ പോയപ്പോൾ ദൈവത്തെ കണ്ടില്ല. എന്നാൽ ചുങ്കക്കാരൻ പോയപ്പോൾ ദൈവത്തെ കണ്ടു. പരീശൻ പോയപ്പോൾ തന്റെ മുൻപിൽ നിന്ന് ദൈവമായിരുന്നില്ല, തന്റെ മുമ്പിൽ നിന്ന് താൻ ചെയ്ത പ്രവർത്തികളായിരുന്നു. എന്നാൽ ചുങ്കക്കാരൻ പോയപ്പോൾ തന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ കണ്ടപ്പോൾ തന്റെ ജീവിതത്തിനകത്ത് തന്റെ അകത്തുള്ള പാപം വെളിയിൽ വന്നു. അയാൾ അലറി വിളിച്ചു, കർത്താവേ, ഞാൻ പാപി. എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ താങ്കളുടെ നീതി പ്രവൃത്തിയാണോ മുൻപിൽ നിൽക്കുന്നത്? താങ്കളുടെ പാപമാണോ മുൻപിൽ നിൽക്കുന്നത്? താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്തെ കണ്ടുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? അതോ ഈ പരീക്ഷനെ പോലെ അപ്പുറത്തുള്ളവരെ നോക്കി ഇപ്പുറത്തുള്ളവരെ നോക്കിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കണം. ദൈവത്തിന് സ്തോത്രം. അനേകർ പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. ഈ ഭൂമിയിലുള്ളത് മാത്രം പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലുള്ളത് ആവശ്യമാണ്, നമുക്ക് സകല നന്മകളും ആവശ്യമാണ്. പക്ഷെ ഭൂമിയിലുള്ളത് ഭൂമിയിൽ തീരും. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലുള്ള സൗഖ്യം നമുക്ക് ആവശ്യമാണ്, സൗഖ്യമായേ തീരൂ. അത് ദൈവം സൗഖ്യം തരും. പക്ഷേ അത് ഇവിടം കൊണ്ട് തീരും. യേശു ക്രിസ്തു അനേകം മരിച്ചവരെ ഉയർപ്പിച്ചു, പക്ഷേ അവർ വീണ്ടും മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അനേക അത്ഭുതങ്ങൾ ചെയ്തു. ആ അത്ഭുതങ്ങൾ ഇവിടെ തീർന്നു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഇവിടത്തെ അപ്പുറത്തേക്ക് നിത്യതയിൽ കൊണ്ടുപോകുന്ന പ്രാർത്ഥന, സ്തോത്രം, അവിടെ എത്തിക്കുന്ന പ്രാർത്ഥന നമുക്കുണ്ടോ? നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒപ്പം
സ്വർഗത്തിൽ എത്തിക്കുന്ന പ്രാർത്ഥന കൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഒരുത്തന്റെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു. ആരുടെ പ്രാർത്ഥന? മാറത്തടിച്ച് പാവി എന്ന് നിലവിളിച്ച് കർത്താവിനോട് പറഞ്ഞവന്റെ പ്രാർത്ഥന. അവൻ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടപ്പോൾ അവന്റെ പാപം വെളിപ്പെട്ടു. എന്നാൽ മറ്റവൻ ദൈവത്തെ കാണാൻ പറ്റില്ല. അവനിലുള്ള പാപ സ്വഭാവത്തെ കണ്ടില്ല. അവരുടെ നീതിയെ കണ്ട് തന്നെ പുകഴ്ത്തി പൊങ്ങച്ചം കാണിച്ച് തിരിച്ചു വന്നു. എന്നാൽ മറ്റവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നതെല്ലാം ഉയർത്തപ്പെടും. നമ്മളെപ്പോഴും 500 രൂപ കൊടുത്താൽ 100 രൂപ കൊടുത്താൽ പേരെഴുതി കൊടുത്താലേ നമുക്ക് സമാധാനമുള്ളൂ. സ്വത്രം 10 പേരെ അറിയണം, 100 പേരെ അറിയണം. സഹോദരങ്ങളെ, നമ്മൾ എന്ത് രഹസ്യത്തിൽ ചെയ്താൽ സ്വർഗത്തിൽ അനുഗ്രഹമാണ്. പരസ്യത്തിലല്ല, രഹസ്യത്തിൽ ചെയ്യുന്നവനെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കും. സ്വത്രം ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് യേശു കർത്താവ് രാവും പകലും പ്രാർത്ഥിക്കുന്നവനാണ്. നമുക്കെല്ലാവർക്കും അറിയാം യേശുവിൻ്റെ പ്രാർത്ഥന. വൈകുന്നേരം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പുലരും വരെ യേശു പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്വത്രം. യേശുവിന് മടിയില്ല, രാവിലെ വരെ പ്രാർത്ഥിക്കും. ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ യേശുവിനാണ് പ്രാർത്ഥിക്കുന്നത്, ശിഷ്യന്മാർക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്വത്രം. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും സ്വത്രം ചുരുക്കം വാക്കുകൾ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്ക് ഒരുപക്ഷെ കേട്ടത്. യേശു ഒറ്റയ്ക്കിരുന്ന് രാത്രി പ്രഭാതം വരെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന യേശു ദൈവം തമ്മിലുള്ള പ്രാർത്ഥനയാണ്. ആ യേശുവിനോട് ഒരിക്കൽ ദൈവത്തിന് സ്വത്രം ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ സ്വത്രം, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഓ ദൈവത്തിന് സ്വത്രം. യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളെയും സ്വത്രം പ്രാർത്ഥിക്കണം, എനിക്കും പ്രാർത്ഥിക്കണം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വത്രം. സ്വർഗ്ഗസ്ഥനായ പ്രാർത്ഥന കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്വത്രം. ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. സ്വർഗ്ഗത്തിലിരിക്കുന്ന എൻ്റെ ദൈവമേ, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ദൈവമേ, സ്വത്രം. തിരുനാമം വിശുദ്ധീകരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് എന്നിലൂടെ എൻ്റെ പേരിൻ്റെ കൂട്ടത്ത് അങ്ങയുടെ പേരെഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങേക്ക് ഹിതമുള്ളതായിരിക്കണം. ഞാൻ മുഖാന്തരം ഒരു രീതിയിലും ദൈവനാമം ദുഷിക്കപ്പെടല്ലേ എന്നാണ് അവരുടെ അർത്ഥം. കർത്താവെ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഞാൻ നിമിത്തം എൻ്റെ സ്വഭാവം എൻ്റെ ഓരോ സെക്കൻഡും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായി മാറുവാൻ കർത്താവ് എന്നിലൂടെ അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അടുത്തവരെ തിരുരാജ്യം വരണമേ. സ്വത്രം. എന്താ? നമ്മളെപ്പോഴും നമ്മുടെ രാജ്യമല്ലേ വരുത്താൻ നോക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അങ്ങനെയല്ല. ദൈവത്തിൻ്റെ രാജ്യം, എൻ്റെ രാജ്യം ഇടിയണം. സ്നേഹിത പൈതലെ, ആരൊക്കെ പറയും കർത്താവെ എൻ്റെ രാജ്യം ഇടിയട്ടെ, കർത്താവിൻ്റെ രാജ്യം എന്നിൽ വരണമെങ്കിൽ എൻ്റെ രാജ്യം ഇടിയണം. കർത്താവിനോട് പറഞ്ഞപ്പാ എൻ്റെ രാജ്യം ഇടിയട്ടെ, അങ്ങയുടെ രാജ്യം എന്നിൽ വരണം, എൻ്റെ രാജ്യം ഇടിക്കണം. കർത്താവ് എൻ്റെ സ്വഭാവങ്ങൾ ഇടിക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ ഇടിക്കണം, എൻ്റെ പദ്ധതികൾ ഇടിച്ച് അങ്ങയുടെ രാജ്യം എൻ്റെ അകത്ത് വരട്ടെ. ഓ എൻ്റെ രാജ്യം എന്തോ മല പോലെ കെട്ടിപ്പടുത്തു വച്ചിരിക്കുന്ന എൻ്റെ രാജ്യം, എൻ്റെ സ്വപ്ന കൊട്ടാരങ്ങൾ ഇടിച്ച് എൻ്റെ കർത്താവിൻ്റെ രാജ്യം എന്നിൽ ഇറങ്ങി വരട്ടെ. സ്വത്രം. വീണ്ടും കർത്താവ് പറയുന്നു, സ്വത്രം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്നുണ്ട്, അത് എന്നിൽ നടക്കാം. നമ്മുടെ ഇഷ്ടമല്ല നടക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ഇഷ്ടമല്ല നടക്കും. നമ്മൾ പലതും തീരുമാനിക്കുന്നത്, ചെയ്യുന്നു, പോകുന്നു, വരുന്നു. അതല്ല, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം വരണം. ഒരു ദൈവവചനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം വരണമെന്നാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, സ്വത്രം, കർത്താവിൻ്റെ രാജ്യം വരണമേ. അപ്പോൾ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. എൻ്റെ ഇഷ്ടം ഇടിക്കണമേ, അങ്ങയുടെ ഇഷ്ടം വരണമേ. ആരൊക്കെ പറയും കർത്താവ് എൻ്റെ ഇഷ്ടം ഇടിക്കണമേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ വരണമേ. കർത്താവേ സ്വത്രം. കർത്താവേ, അവിടുത്തെ ഇഷ്ടം എന്നിൽ വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. നശിച്ചു പോകുന്ന ആഹാരമല്ല, നശിക്കാത്ത സ്വർഗീയ മന്ന തരണമേ. ക്രിസ്തുവിൽ ജീവിക്കേണ്ട വചനം തരണമേ. ക്രിസ്തുവിൽ ജീവിക്കേണ്ട ആത്മാവിനെ തരണമേ. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള അഭിഷേകത്തെ തരണമേ. ആരൊക്കെ പ്രാർത്ഥിക്കുന്ന സ്നേഹിതരെ, പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം തരണമേ. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം തരണമേ. പാപത്തെ ജയിക്കാനുള്ള അഭിഷേകം തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഓരോ ദിവസം വേണ്ടുന്ന ആഹാരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. കുടുംബത്തിൽ ജീവിക്കേണ്ടതിന് പകരം കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം? ക്രിസ്തുവിൽ ജീവിക്കാൻ വേണ്ട ആഹാരം. ദേശത്തിൽ പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് ജോലി സ്ഥലത്ത് ക്രിസ്തുവിൽ ജീവിക്കേണ്ട ആഹാരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞാൻ ചോദിക്കട്ടെ സ്നേഹിത സഹോദര, നിങ്ങളോട് പക വച്ചിരിക്കുന്ന ഒരാളോട് ക്ഷമിക്കാറുണ്ടോ? സ്വത്രം. ഹല്ലേലൂയ. ഓ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാവക്കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒരാൾ നമ്മളോട് കാണിച്ച തെറ്റ് നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വത്രം, ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല. ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു ക്ഷമിക്കാൻ കള
അത് വേണ്ട. സ്വത്രം വിട്ടുകളാ. സ്വത്രം ക്രിസ്തു നമ്മുടെ അകത്തിറങ്ങി വരട്ടെ. ഞങ്ങളെ പരീക്ഷിക്കെടുത്ത ദുഷ്ടങ്ങൾ നിങ്ങൾ വെടിവെക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങനെയുള്ളല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കില്ല. നമ്മുടെ പിഴ, മനുഷ്യരോടുള്ള പിഴ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്ന ആളായിരുന്നാലും ശരി, നമ്മുടെ പിഴ ക്ഷമിക്കത്തില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാമോ? വിട്ടുകളയാൻ വേണ്ട. കർത്താവെ, അവരോട് ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണം, അവരെ സ്നേഹിക്കാൻ കൃപ തരണം. യേശുപ്പച്ച അന്നൊന്ന് വേണ്ടത് മന്ന തരണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണോ പൈതലെ? സ്വർഗത്തിൽ എത്തിക്കുന്ന പ്രാർത്ഥനയാണോ? അത് ഇവിടെ തീരുന്നൊരു പ്രാർത്ഥന മാത്രമാണോ? ഇവിടെയുള്ള എല്ലാ നന്മയും നമുക്ക് ആവശ്യമാണ്. എന്നാൽ സ്വർഗത്തിൽ നിലനിൽക്കുന്ന പ്രാർത്ഥന, ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ അപ്പച്ചൻ്റെ അടുക്കൽ എത്തുമ്പോൾ നിലനിൽക്കുന്ന പ്രാർത്ഥന, ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കാൻ വേണ്ടുന്ന പ്രാർത്ഥന, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ വേണ്ടുന്ന പ്രാർത്ഥന, അഭിഷേകത്തിൽ ജ്വലിച്ച് ജീവിക്കാൻ വേണ്ടുന്ന പ്രാർത്ഥന, പാപത്തെ ജയിച്ച് ജീവിക്കാൻ വേണ്ടുന്ന പ്രാർത്ഥന, കൃപയിൽ ജീവിക്കാൻ വേണ്ടുന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? സ്വത്രം. ഹല്ലേലൂയ. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് ജഡത്തിൻ്റെ പ്രവർത്തികളെ ആത്മാവിൽ മരിപ്പിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ സ്വത്രം ജീവിതത്തിനകത്ത് അശുദ്ധി വരാതെ കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കാറുണ്ടോ? ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? സ്വത്രം. ജഡമോഹങ്ങളെ മരിപ്പിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? സ്വത്രം. കർത്താവിനെ കാണാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ, കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞിരിപ്പാൻ, ക്രിസ്തു നടന്നതുപോലെ നടക്കാൻ, ക്രിസ്തു സ്നേഹിച്ചവരെ സ്നേഹിപ്പാൻ, ക്രിസ്തു കരുതിയവരെ കരുതുവാൻ, ക്രിസ്തുവിൻ്റെ ശബ്ദമായി മാറുവാൻ, ക്രിസ്തുവിൻ്റെ വഴിയിൽ മാത്രം നടക്കുവാൻ, ക്രിസ്തുവിന്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി വിറയലോടെ ജീവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി വിശുദ്ധനായി ജീവിക്കുവാൻ, ക്രിസ്തുവേശു സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ സൽഗുണപൂർണ്ണനായി ജീവിക്കുവാൻ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാറുണ്ടോ? ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് തീരുമാനിക്കാം. നമുക്ക് കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയി. ഒരുത്തൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു, മറ്റവൻ്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞു. നമ്മൾ ഏത് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു? പരിശുദ്ധരെ, സ്വർഗീയ രാജാവേ, കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും ദൈവകരങ്ങളിൽ തരുന്നു. കർത്താവിൻ്റെ വലിയ കൃപ, വലിയ സന്തോഷം, വലിയ സമാധാനം, വലിയ കൃപ ദൈവം പകർന്നപ്പ. ക്രിസ്തു പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, വചനപ്രകാരം പ്രാർത്ഥിക്കുവാൻ, നിലനിൽക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ, ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ, ദൈവം വാസന മണക്കുന്ന പ്രാർത്ഥന, യേശുപ്പച്ച പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, യേശുപ്പച്ച ജീവിച്ചതുപോലെ ജീവിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. സ്വർഗത്തിന് ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന, ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാവരിലൂടെ വരട്ടെ. കർത്താവ് ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ നിലനിൽക്കട്ടെ. കർത്താവിൽ സത്യത്തിൽ പ്രാർത്ഥിപ്പാനുള്ള കൃപയുണ്ടാകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിപ്പാനുള്ള കൃപയുണ്ടാകട്ടെ. രോഗഭാരം, ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകട്ടെ. എല്ലാവരുടെ പേരുകളും ജീവന്റെ പുസ്തകത്തിൽ വരട്ടെ. കൃപ കൊണ്ട് കൂടും. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Subscribe to my channel.